ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ഇന്ന് നമുക്ക് തെരണ്ടി വറുത്തരച്ച് കറി വെച്ചാലോ. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തെരണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറി തേങ്ങ ചിരകിയത്. അപ്പോൾ നമുക്ക് മസാല വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് തേങ്ങ ചിരകിയത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പൊടികളൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു പകുതി മുറി സവാള, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പാൻ അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്പം കടുക്, ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് നന്നായി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരട്ടിയെടുക്കുക. സവോളയൊക്കെ നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങ അത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ കഴുകിയ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 5 കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മീൻ അനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ തെരണ്ടി വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ. ഇത് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മുറുക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ മുകളിലൊരു തരിതരിയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. മമ്മിയുടെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇതിന് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ തെരണ്ടി വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് ചോറിൻ്റെ കൂടെ വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്